വെറുതെ പറയുന്നതല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു വേദിയിലാണ് ഈ സംസാരം നടക്കുന്നത്. കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലികമായ സവിശേഷത എന്താണ്? മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരുപാട് സവിശേഷതകൾ ഉണ്ടാകാം. വ്യക്തിചിന്തകളുടെ അപ്രമാദിത്വം എന്ന ആശയത്തെ, വ്യക്തിചിന്തകളോടുള്ള വിധേയത്വത്തെ സമ്പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് കിതാബും സുന്നത്തും എന്ന് അടിക്കടി പറഞ്ഞുകൊണ്ടിരുന്നു എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ ഖുർആൻ ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ കലാം ഉണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉണ്ടല്ലോ, നമ്മുടെ ഫിത്രയെയാണ് ഫീഡ് ചെയ്യുന്നത്. നമ്മൾക്കൊരു ശുദ്ധ പ്രകൃതമുണ്ട്. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച ശുദ്ധ പ്രകൃതം. ആ ശുദ്ധ പ്രകൃതത്തെ ഫീഡ് ചെയ്യുന്നതാണ്, അതിനെ എംപവർ ചെയ്യുന്നതാണ്, അതിനെ കാറ്റർ ചെയ്യുന്നതാണ്, അതിനോട് കണക്ട് ചെയ്യുന്നതാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്ന് പറയുന്നത്. എത്രത്തോളം നമ്മൾ ഖുർആൻ കേൾക്കുന്നു, എത്രത്തോളം നമ്മൾ ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നു, എത്രത്തോളം നമ്മൾ ഹദീസുകൾ വായിക്കുന്നു, എത്രത്തോളം ഹദീസിന്റെ ആശയങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കയറുന്നു, അത്രത്തോളം ദുന്യാവിനെ സംബന്ധിച്ച നമ്മുടെ വീക്ഷണം എന്ന് പറയുന്നത് അത് കൃത്യതയുള്ളതാകും, ഭദ്രതയുള്ളതാകും. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ദൗത്യം എന്താണ് എന്ന വിഷയത്തിൽ നമ്മൾക്ക് കൃത്യമായ ധാരണയുണ്ടാകും. അതുണ്ടായതുകൊണ്ടാണ് ഒരു പായയിൽ ചുരുട്ടി താഴെ തീയിട്ടിട്ട് പോലും സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ദാറുൽ അർഖമിൽ പിന്നെയും ഖുർആൻ പഠിക്കാൻ എത്തുന്നത്. മനുഷ്യർക്ക് മുന്നിൽ നമ്മൾ ഖുർആൻ തുറന്നു വെക്കുക. ലോകത്തെ ഒരു ഇസത്തിനും, ഒരു പ്രത്യയശാസ്ത്രത്തിനും, ഒരു തത്വചിന്തകനും, ഒരു ബുദ്ധിജീവിക്കും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാം ഉണ്ടാക്കുന്ന സ്വാധീനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ഉണ്ടാക്കുന്ന സ്വാധീനം ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല.